അക്കൗണ്ടിംഗ് ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗൾഫ് അക്കൗണ്ടിംഗ് കോഴ്സ് തന്നെയാണ്. ഇന്നത്തെ ഈ മത്സര ലോകത്ത് ഡിഗ്രി മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. പല കമ്പനികളും തേടുന്ന നല്ല പ്രാക്ടിക്കൽ സ്കില്ലുള്ള അക്കൗണ്ടന്റുകളെയാണ്. അതിനുവേണ്ടി ഫിൻതാലിം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു ഓൺലൈൻ ഗൾഫ് അക്കൗണ്ടിംഗ് കോഴ്സ്. ഇതിലൂടെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ്, ടാലി പ്രൈം, സോഹോ ബുക്ക്, അഡ്വാൻസ് എക്സൽ, GST, UAE കോർപ്പറേറ്റ് ടാക്സ്, GCC വാറ്റ് എല്ലാം പഠിച്ചെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് ടൈമിൽ ഓൺലൈനായിട്ട് പ്രാക്ടിക്കലോട് കൂടിയിട്ട് തന്നെ പഠിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലോ ഗൾഫ് രാജ്യങ്ങളിലോ അക്കൗണ്ടിംഗ് മേഖലയിൽ മികച്ച കരിയർ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. സോ ലേൺ ടുഡേ ആൻഡ് ഗെറ്റ് ജോബ് ഫോർ ടുമോറോ. ഹൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാലി പ്രൈം പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ്. ടാലി ERP9 അപ്ഡേറ്റഡ് വെർഷൻ ആണ് ടാലി പ്രൈം. അപ്പോൾ നമുക്ക് ടാലി ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരാം. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ടാലിയിൽ എങ്ങനെയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് കമ്പനി സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു വിൻഡോ കൂടെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിൽ ഫസ്റ്റ് കാണാം കമ്പനി ക്രിയേഷൻ എന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ടാവും. കമ്പനി ഡാറ്റ പാത്ത് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഡിഫോൾട്ട് ആയിട്ട് ഒരു പാത്ത് ഇവിടെ കിടക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാലിയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കുകളും ഈ ഒരു ഡിഫോൾട്ട് പാത്തിലാണ് സേവ് ആവാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്തിലല്ല നമ്മുടെ വർക്കുകളൊക്കെ സേവ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെ പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിനുള്ളിലായിരിക്കും നമ്മൾ ചെയ്യുന്ന ടാലിയുടെ എല്ലാ വർക്കുകളും സേവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ C ഡ്രൈവ് അല്ലെങ്കിൽ D ഡ്രൈവിൽ നിങ്ങളുടെ പേര് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ C ഡ്രൈവ് ഓപ്പൺ ചെയ്യാം. അതിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് അടിക്കാം, ന്യൂ കൊടുക്കാം, ഫോൾഡർ, എന്നിട്ട് നിങ്ങളെ പേര് കൊടുക്കാം. എന്നിട്ട് അതിനുള്ളിൽ നമുക്ക് ഒരു ഫോൾഡറും കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ടാലി പ്രാക്ടിക്കൽ എന്നുണ്ട്. റൈറ്റ് ക്ലിക്ക് അടിക്കാം, ന്യൂ കൊടുക്കുക, ഫോൾഡർ, ടാലി പ്രാക്ടിക്കൽ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഈ ഒരു ഫോൾഡറിൽ പാത്ത് തുറന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാലി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് പിന്നെ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ ടാലിയിൽ നമ്മൾ പാത്ത് സെലക്ട് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ പാത്ത് നമുക്ക് കോപ്പി ചെയ്തിട്ട് വേണം ടാലിയിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് അടിച്ചാൽ കോപ്പി എന്ന് വരും. അല്ലെങ്കിൽ നമ്മൾ Ctrl+C ആണ് കോപ്പി ചെയ്യാനുള്ള ഷോർട്ട് കീ. അപ്പോൾ Ctrl+C കൊടുക്കാം. എന്നിട്ട് നമ്മൾ ടാലി കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യണം. Ctrl+V ആണ് ടാലിയിൽ പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കീ. Ctrl+V കൊടുക്കുക, എൻ്റർ അടിക്കുക. ഇപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ പേരിൽ നമ്മുടെ ടാലി പ്രാക്ടിക്കലിനുള്ളിലാണ് നമ്മൾ ചെയ്യാൻ പോണ എല്ലാ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസും അവിടെയാണ് സേവ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് നമ്മളെ കമ്പനിയുടെ പേര് കൊടുക്കാം, ഫിൻതാലിം. ഇനി നമുക്ക് അഡ്രസ് കൊടുക്കാം, മഞ്ചേരി, മലപ്പുറം. ഇനി നമുക്ക് അടുത്ത് കാണാൻ പറ്റും സ്റ്റേറ്റ്, അതേപോലെ കൺട്രി ഇന്ത്യ. അപ്പൊ നമുക്ക് കൺട്രി ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രി ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ന്യൂ സ്റ്റേറ്റ്, അതേപോലെ ചേഞ്ച് കൺട്രി, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് കൺട്രി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കൺട്രികൾ കാണാൻ പറ്റും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ സൗദി അറേബ്യ ആണ് ഇപ്പൊ നമ്മൾ കൺട്രി ഉള്ളത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് സെലക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ പിന്നെ റീജിയൻ വന്നിട്ടുണ്ട്, അതേപോലെ കൺട്രി സൗദി അറേബ്യ എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് ഏത് കൺട്രിയും ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയിലെ കമ്പനിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ചേഞ്ച് കൺട്രിയിൽ പോയിട്ട് ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇന്ത്യ, അതിൽ കേരള കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് വരുന്നത് പിൻകോഡ് കൊടുക്കാം, മൊബൈൽ നമ്പർ, ടെലിഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, മൊബൈൽ നമ്പർ കൊടുക്കാം, ഫാക്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, ഇമെയിൽ ID കൊടുക്കാം. ഇനി നമുക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം,
പിന്നെ അതുപോലെ ഇവിടെ ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം എന്ന് പറഞ്ഞാൽ 1st ഏപ്രിലാണ്. നമുക്കറിയാലോ, എല്ലാവർക്കും അറിയാലോ, ഇന്ത്യയിൽ 1st ഏപ്രിൽ ടു മാർച്ച് 31 ആണ് ഫിനാൻഷ്യൽ ഇയർ വരുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1 ആണ്. അപ്പോൾ 1/4/2024 കൊടുക്കുക. ഇനി ബുക്സ് ബിഗിനിങ് ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കമ്പനി എന്നാണോ സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പൊ നമ്മളെ കമ്പനിയിലെ അക്കൗണ്ട്സ് എന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ആ ഡേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുക ജൂലൈ 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ ബിഗിനിങ് ഡേറ്റ് കൊടുക്കണമെന്നില്ല, നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ജൂലൈ 1 ആണെന്നുണ്ടെങ്കിൽ 1/7/2024. ഓക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ബേസിക് കറൻസി സിമ്പൽ വരുന്നുണ്ട്. അതെന്താ വെച്ചാൽ ഇപ്പൊ ഇന്ത്യ ആകുമ്പോൾ ഇന്ത്യയുടെ കറൻസി വരും. അതുപോലെ നമ്മൾ കൺട്രി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് സിമ്പൽ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് സേവ് ചെയ്യാം. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇതിന്റെ ഷോർട്ട് കീ. അപ്പൊ നമുക്ക് ഇതുപോലൊരു വിൻഡോസ് കൂടെ ഓപ്പൺ ആയിട്ട് വരും. കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ പറയുന്നുണ്ട് എനേബിൾ ദ ഫീച്ചേഴ്സ് ആസ് പെർ യുവർ ബിസിനസ് നീഡ്സ്. നമ്മളെ ബിസിനസിന്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫീച്ചേഴ്സ് എനേബിൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മളെ കമ്പനിയുടെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യെസ് കൊടുക്കാം. അതുപോലെ ഷോ ഓൾ ഫീച്ചേഴ്സ് എന്ത് ചെയ്യാം, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഫീച്ചേഴ്സ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് വരുന്നതാണ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നതാണ് മെയിൻറ്റെയിൻ അക്കൗണ്ട്സ്. മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതിൽ അക്കൗണ്ട്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അക്കൗണ്ട്സ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തത് വരുന്നതാണ് ബിൽ വൈസ് എൻട്രി. ബിൽ വൈസ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നോ റെഫറൻസ്, എഗെയിൻസ്റ്റ് റെഫറൻസ് എന്നൊക്കെ വരും. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്തു, അതിന്റെ പേയ്മെന്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ട് റെഫറൻസ് ആയിട്ടാണ് കൊടുക്കുക. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പൊ ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അടുത്തത് വരുന്നതാണ് എനേബിൾ കോസ്റ്റ് സെന്റേഴ്സ്. കോസ്റ്റ് സെന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാലറി, ഇൻകം, അതേപോലെ എക്സ്പെൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് കോസ്റ്റ് സെന്റേഴ്സ് ഓൺ ആക്കിയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. എനേബിൾ ചെയ്താൽ കൊടുക്കാൻ പറ്റും. അതും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ പറയുന്നതാണ്. നമ്മൾ അങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതാണ് എനേബിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ. ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോൺ എടുത്താൽ അതിന് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ. അപ്പൊ പിന്നെ അടുത്തത് വരുന്നതാണ് ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ സ്റ്റോക്ക് ഐറ്റം വെച്ചിട്ടുള്ളതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇൻവെന്ററിയിലാണ് കൊടുക്കുക. അപ്പൊ മെയിൻറ്റെയിൻ ഇൻവെന്ററി എനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റോക്ക് ഐറ്റം വെച്ചിട്ടുള്ള എൻട്രീസ് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തത് വരുന്നതാണ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി. അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി ആണ് നമുക്ക് അക്കൗണ്ട്സും അതുപോലെ ഇൻവെന്ററി സ്റ്റോക്ക് ഐറ്റം കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്തത് വരുന്നതാണ് എനേബിൾ മൾട്ടിപ്പിൾ ലെവൽ പ്രൈസ്. അത് പറഞ്ഞാൽ മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റീറ്റെയിൽ അതേപോലെ ഹോൾസെയിൽ ഈ രണ്ട് പ്രൈസും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽ എനേബിൾ ചെയ്യേണ്ടത്. അടുത്തതാണ് എനേബിൾ ബാച്ചസ്. ബാച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ നമുക്ക് ബാച്ച് നമ്പർ, അതേപോലെ എക്സ്പയറി ഡേറ്റ്, മാനുഫാക്ചറിംഗ് ഡേറ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എനേബിൾ ബാച്ചസ്. അടുത്തത് വരുന്നതാണ് ജോബ് ഓർഡർ പ്രോസസ്സിംഗ്. ജോബ് ഓർഡർ പ്രോസസ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ എനേബിൾ കോസ്റ്റ് ട്രാക്കിംഗ്. കോസ്റ്റ് ട്രാക്കിംഗ് ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് ഐറ്റം കോസ്റ്റ് ട്രാക്ക് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് എനേബിൾ ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്തതാണ് എനേബിൾ ജോബ് കോസ്റ്റിംഗ്. ഇത് കോസ്റ്റ് സെന്റേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അടുത്തതാണ് യൂസ് ഡിസ്കൗണ്ട് കോളം ഇൻ ഇൻവോയ്സ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഇൻവോയ്സ് പറഞ്ഞാൽ നമ്മുടെ ബില്ലില് നമുക്ക് ഡിസ്കൗണ്ട് കോളം വരണമെന്നുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ഡിസ്കൗണ്ട് കോളം അവിടെ എനേബിൾ ആയിട്ട് വരും. അടുത്തതാണ് യൂസ് സെപ്പറേറ്റ് ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി കോളംസ് ഇൻ ഇൻവോയ്സ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് എന്താണ് ഓഫർ തരാറുണ്ട്. അപ്പൊ അതിന് 2 എണ്ണം എടുത്താൽ 3 എണ്ണം ഉണ്ട്, അങ്ങനെ ഒരു കോംബോ ആയിട്ട് തരില്ലേ. അപ്പൊ അവരെ സംബന്ധിച്ച് എന്താണ് 3 എണ്ണം സെയിൽ ആയിട്ടുണ്ട്, പക്ഷെ കസ്റ്റമറിനെ സംബന്ധിച്ച് 2 എണ്ണത്തിന്റെ ബില്ല് കൊടുത്താൽ മതി. അപ്പൊ ആ സമയത്ത് 2 ക്വാണ്ടിറ്റി അവിടെ കൊടുക്കേണ്ടി വരും. കാരണം ആ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് എന്താണ് 3 ക്വാണ്ടിറ്റി കാണിക്കണം. പക്ഷെ നമ്മുടെ കസ്റ്റമറിന്റെ ബില്ലിൽ ഒരിക്കലും എന്താണ് 3 എണ്ണത്തിന്റെ എമൗണ്ട് വരാൻ പാടില്ല, 2 എണ്ണത്തിന്റെ വരാൻ പാടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി കോളംസ് നമ്മൾ ഇൻവോയ്സിൽ എനേബിൾ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ സമയത്ത് മനസ്സിലാക്കാം. അടുത്തത് വരുന്നതാണ് ടാക്സ് ആക്ഷൻ. ടാക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മളെ ഇന്ത്യയിലൊക്കെ GST എന്ന് പറഞ്ഞിട്ടുള്ള ടാക്സ് ഒക്കെ ഉണ്ട്. എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പറഞ്ഞാൽ GST നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, GST പറ്റുള്ളൂ. അത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ബോക്സ് ആണ് വരിക, സ്റ്റേറ്റ് വരും, അതേപോലെ രജിസ്ട്രേഷൻ ടൈപ്പ്, ഇപ്പൊ നമ്മൾ കോമ്പോഷൻ സ്കീം ആണോ അല്ലെങ്കിൽ റെഗുലർ ആണോ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം,
GST നമ്പറൊക്കെ ഇവിടെ കൊടുക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത് വരുന്നതാണ് സെറ്റ് ആൾട്ടർ കമ്പനി GST റേറ്റ്, അതേപോലെ അതർ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് എനേബിൾ ചെയ്താൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അടുത്തതാണ് എനേബിൾ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് TDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇപ്പോ സാലറി, അതേപോലെ TDS, അതേപോലെ TCS കേട്ടിട്ടുണ്ടാവുമല്ലോ, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. ഇപ്പോൾ ലിക്വറിനൊക്കെ വരുന്നതാണ് എന്ത്, പിന്നെ TCS എന്ന് പറയുന്ന ടാക്സ് വരുന്നത് ലിക്വറിലാണ്. TDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഗവൺമെന്റിന് പ്രൊജക്റ്റുകൾക്ക് TDS ആണ് നമ്മൾ പേ ചെയ്യുക. ഇപ്പോൾ ഇൻകം, അതേപോലെ എക്സ്പെൻസിനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റെന്റ്, ബിൽഡിങ്ങിനൊക്കെ നമ്മൾ എന്താണ് TDS ആണ് ഗവൺമെന്റിലോട്ട് അടക്കുന്നത്. അടുത്ത് വരുന്നതാണ് എനേബിൾ വാല്യൂ ആഡഡ് ടാക്സ്. വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറ്റ്. നമ്മളെ ഇന്ത്യയിൽ വാറ്റ് അങ്ങനെ കാണുന്നില്ല, പക്ഷെ ദുബായ് അങ്ങനത്തെ കൺട്രീസിലൊക്കെ എന്താണ് വാറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എനേബിൾ എക്സസൈസ് ഡ്യൂട്ടി ഒക്കെ കൊടുക്കുമ്പോൾ എനേബിൾ ചെയ്യുന്നതാണ് എക്സസൈസ്. അതുപോലെ സർവീസ് ടാക്സ്, സർവീസുകൾ കൊടുക്കാൻ വേണ്ടി സർവീസ് ടാക്സ് ആണ് സർവീസിന് കൊടുക്കാം. അപ്പൊ അത് എനേബിൾ ചെയ്യാൻ വേണ്ടി സർവീസ്. പിന്നെ അടുത്തത് വരുന്നതാണ് ഓൺലൈൻ ആക്സസ്. ഓൺലൈൻ ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനേബിൾ ബ്രൗസർ ആക്സസ് ഫോർ റിപ്പോർട്ട്സ്. നമുക്ക് ഓൺലൈനിൽ നമുക്ക് ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റും. പിന്നെ അടുത്തതാണ് പേറോൾ. പേറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു വലിയ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവരെ സാലറി ഒക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേറോൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോബ്ലംസ് ചെയ്തിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ മനസ്സിലാക്കാം. പിന്നെ അടുത്ത് വരുന്നതാണ് എനേബിൾ പേയ്മെന്റ് റിക്വസ്റ്റ് ടു ഷെയർ പേയ്മെന്റ് ലിങ്ക്, QR കോഡ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എനേബിൾ ചെയ്താൽ കൊടുക്കാവുന്നതാണ്. പിന്നെ മൾട്ടിപ്പിൾ അഡ്രസ്സ് കൊടുക്കാം, അതേപോലെ വൗച്ചേഴ്സ് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് എന്ത് വരുന്നത്, ഫീച്ചേഴ്സിൽ വരുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ചെറിയൊരു ഐഡിയ ഉണ്ടാക്കി വെക്കാം. നമ്മൾ ഓരോ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് സേവ് ചെയ്യാം. കൺട്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആവും. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലൊരു വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരിക. അതിൽ ഈ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് ടൈറ്റിൽ ബാർ എന്ന് പറയും. പിന്നെ അടുത്തത് വർക്ക് ഏരിയ, റൈറ്റും ഉണ്ട് ലെഫ്റ്റും ഉണ്ട്. പിന്നെ അതുപോലെ ബട്ടൺ പാനൽ. ഈ ഒരു വിൻഡോ ഗേറ്റ് വേ ഓഫ് ടാലി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ടൈറ്റിൽ ബാറിൽ എന്തൊക്കെയുള്ളത് നോക്കാം. അപ്പൊ ടൈറ്റിൽ ബാറിൽ കമ്പനി, ആൾട്ട് കെ എന്നാണ് ഇതിന്റെ ഷോർട്ട് കേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കമ്പനി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് എന്ന് കാണാൻ പറ്റും. ക്രിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പനി, പുതിയൊരു കമ്പനി നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ക്രിയേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു കമ്പനി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് വരുന്നതാണ് ആൾട്ടർ. ആൾട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തു, ഫിത്താലി എന്ന് പറഞ്ഞൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തു. അത് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് തെറ്റ് പറ്റിപ്പോയി, അല്ലെങ്കിൽ അഡ്രസ്സ് ഇനി കൂട്ടി കൊടുക്കണം, വെബ്സൈറ്റ് ID നമ്മൾ കൊടുത്തിട്ടില്ല, അതൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൾട്ടറിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ കമ്പനിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് വരുന്നതാണ് ചേഞ്ച്. ഇപ്പൊ കമ്പനി ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, F3 ആണ് ഷോർട്ട്. പിന്നെ സെലക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ കമ്പനി സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ചെയ്ത ഒരു പിന്നെ കമ്പനി ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഫിൻതാലിൽ വന്ന് നമ്മൾ ചെയ്ത എല്ലാ കമ്പനികളിലും ഇവിടെ വരും. അപ്പൊ നമുക്ക് അതിൽ നിന്ന് വേണ്ട കമ്പനി സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് വരുന്നാൽ ഷട്ട് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരുപാട് കമ്പനികൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിലീറ്റ് ചെയ്യല്ല, നമുക്കത് ഷട്ട് ചെയ്ത് വെക്കാം. ഫുള്ളായിട്ട് ഇവിടെ പിന്നെ ഡിസ്പ്ലേ ആയിട്ട് വരില്ല. അതൊക്കെ നമുക്ക് എന്താണ്, പിന്നെ പോകെ നമുക്ക് എന്താണ് അതിനെക്കുറിച്ച് ഓരോന്ന് പഠിക്കാം. അപ്പൊ ഇതിൽ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രമാണ് പറഞ്ഞു തരുന്നത്. പിന്നെ ആൾട്ട് വൈ എന്ന് പറഞ്ഞാൽ ഡാറ്റയിൽ വരുന്നത് ബാക്കപ്പ്, റീസ്റ്റോർ, സ്പ്ലിറ്റ്, റിപ്പയർ, മൈഗ്രേറ്റ്, ഡാറ്റ പാത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഡിഫോൾട്ട് ആയിട്ട് പാത്ത് സെറ്റ് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് പറ്റും, ഡാറ്റയിൽ പറ്റും. പിന്നെ വരുന്നതാണ് എക്സ്ചേഞ്ച്. പിന്നെ ഗോ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്നതിന്റെ റിപ്പോർട്ടുകളൊക്കെ എന്ത് ചെയ്യും, ഇപ്പൊ നമ്മൾ ചെയ്യുന്നതിന്റെ റിപ്പോർട്ടുകൾ, ഇപ്പോ ബാലൻസ് ഷീറ്റ്, അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ക്യാഷ്, ബാങ്ക് ബുക്ക്, ഡേ ബുക്ക്, ലെഡ്ജർ ബുക്ക്, സ്റ്റോക്ക് സമ്മറി, ട്രയൽ ബാലൻസ്, ബിൽ, റിസീവർ, അങ്ങനെ ഒരുപാട് റിപ്പോർട്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗോ ടു എന്ന് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ അടുത്തതാണ് ഇമ്പോർട്ട്, അതുപോലെ എക്സ്പോർട്ട്, ഇമെയിൽ, പ്രിന്റ്, പിന്നെ ഹെൽപ്പ് മീൻസ് നമ്മൾക്ക് ടാലിയിൽ എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഹെൽപ്പിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാലിയോട് ഹെൽപ്പ് ചോദിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ നോ വൗച്ചേഴ്സ്. ഇപ്പോ നമുക്ക് വർക്ക് ഏരിയ എന്ന് പറഞ്ഞിട്ടില്ല, അവിടെ കറന്റ് പീരീഡ് എന്ന് കാണാവുന്നതാണ്.
കറണ്ട് പീരീഡ് എന്ന് പറഞ്ഞാൽ 1/4/2024 ടു 31/3/2025. കറണ്ട് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ 1-ാം തീയതിയാണ് നമ്മളെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ നമ്മളെ കമ്പനിയുടെ പേര്, പിന്നെ നോ വൗച്ചേഴ്സ് എൻറ്റേർഡ്, നമ്മളൊരു വൗച്ചർ ഒന്നും എൻട്രി ചെയ്തിട്ടില്ല. കാരണം പിന്നെ റെസിപ്റ്റ് വൗച്ചർ, അതേപോലെ പേയ്മെന്റ് വൗച്ചർ, അങ്ങനെ കുറെ വൗച്ചർ വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ പറയുന്നതാണ്. പിന്നെ ഈ ഒരു ഗേറ്റ് വേ ഓഫ് ടാലിയിൽ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഗേറ്റ് വേ ഓഫ് ടാലി ഇതിൽ വരുന്ന എന്തൊക്കെയാ വെച്ചാൽ, ഇപ്പൊ മാസ്റ്റേഴ്സിൽ എന്ത് വരുന്നുണ്ട്, ക്രിയേറ്റീവ് വരുന്നുണ്ട്. ക്രിയേറ്റീവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഡ്ജർ, ഗ്രൂപ്പ്, ലെഡ്ജർ, കറൻസി, വൗച്ചർ ടൈപ്പ്, സ്റ്റോക്ക് ഗ്രൂപ്പ്, ഇൻവെന്ററി നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു, സ്റ്റോക്ക് ഗ്രൂപ്പ്, സ്റ്റോക്ക് കാറ്റഗറി, സ്റ്റോക്ക് ആയിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യം നമ്മൾ എനേബിൾ ചെയ്യുന്നതിനനുസരിച്ച് എന്താവും, നമുക്ക് ഓരോ ഫീച്ചേഴ്സ് ഇവിടെ കൂടി കൂടി വരും. ഇപ്പൊ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഓരോ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പഠിക്കാം. പിന്നെ അടുത്തതാണ് ആൾട്ടർ. ആൾട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ക്രിയേറ്റീവിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു, അതുപോലെ സ്റ്റോക്ക് ആയിട്ടൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എഡിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ആൾട്ടറിൽ പോയാൽ, ഇപ്പൊ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ആൾട്ടർ ചെയ്യുന്ന പറഞ്ഞില്ല, അതുപോലെ നമുക്ക് നമ്മൾ ചെയ്ത ലെഡ്ജറുകളായാലും അതുപോലെ സ്റ്റോക്ക് ഐറ്റം എന്ത് വേണമെങ്കിലും ഗ്രൂപ്പുകളൊക്കെ നമുക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റും. അതിനാണ് ആൾട്ടർ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് വരുന്നതാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ ആയിട്ട് മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഫോർ എക്സാമ്പിൾ പറയാൻ ലെഡ്ജേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം, മൾട്ടി ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പോയിട്ട് നമുക്ക് എടുത്തിട്ട് ആൾട്ട് എച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൾട്ടി ക്രിയേറ്റ് എന്ന് വരും. കണ്ടോ, മൾട്ടി ക്രിയേറ്റ്, മൾട്ടി ആൾട്ടർ, ക്രെഡിറ്റ് ലിമിറ്റ്, GST റേറ്റ് സെറ്റപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലിസ്റ്റ് ഓഫ് മൾട്ടി മാസ്റ്റേഴ്സിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണ്ട പോലെ മൾട്ടി ക്രിയേറ്റ്, മൾട്ടി മീൻസ് ഒന്നിൽ കൂടുതൽ, മറ്റേത് ഒന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഒന്നിൽ കൂടുതൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് യൂസ് ചെയ്യാം. അത് എഡിറ്റ് ചെയ്യണം. മൾട്ടി ആൾട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സാധനങ്ങൾ ഇവിടുന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ ആൾട്ടർ ചെയ്യാനും പറ്റും, എഡിറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പൊ അടുത്ത് വരുന്നതാണ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോർമലി ഡേ ടു ഡേ എൻട്രീസ് ചെയ്യുമല്ലോ, വൗച്ചേഴ്സിലാണ് നമ്മൾ എൻട്രീസ് ചെയ്യുക. അതിലാണ് പേയ്മെന്റ് വൗച്ചർ, അതുപോലെ റെസിപ്റ്റ് വൗച്ചർ, ജേണല്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്താ വെച്ചാൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നു. പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പൊ അത് കൂടെ കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പ്രോബ്ലംസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. പിന്നെ അടുത്തത് വരുന്നതാണ് ഡേ ബുക്ക്. ഡേ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് പിന്നെ വൗച്ചേഴ്സിൽ എൻട്രി ചെയ്തിട്ടുണ്ടാവും. എൻട്രി ചെയ്തത് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ, എന്തെങ്കിലും മിസ്റ്റേക്ക്, ഡേറ്റ് കൊടുത്തത് മാറിപ്പോയി, അല്ലെങ്കിൽ എൻട്രീസ് മാറിപ്പോയി, പേയ്മെന്റ് വൗച്ചർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വൗച്ചേഴ്സിൽ ട്രാൻസാക്ഷൻ ചെയ്തില്ല എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിലാണ് ഡേ ബുക്കിൽ പോയിട്ട്, അല്ലെങ്കിൽ ഡേ ബുക്കിൽ നമുക്ക് കൊടുത്ത എല്ലാ എൻട്രീസും കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ഏപ്രിൽ മാസത്തെ പിന്നെ എൻട്രീസ് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡേ ബുക്കിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പീരീഡ് കൊടുക്കാൻ പറ്റും. ആൾട്ട് F2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ എല്ലാ ചെയ്ത പിന്നെ എൻട്രികളും കാണാൻ പറ്റും. അതിൽ നമ്മളൊന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും വരില്ല. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പിന്നെ അടുത്ത് വരുന്നതാണ് ബാങ്കിങ്. ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണ് ബാങ്കിങ്ങിലാണ് കൊടുക്കുക. അതിൽ ചെക്ക് പ്രിന്റിങ്, അതേപോലെ ചെക്ക് രജിസ്റ്റർ, പോസ്റ്റ് ഡേറ്റഡ് സമ്മറി, അതേപോലെ ഡെപ്പോസിറ്റ് സ്ലിപ്പ്, പേയ്മെന്റ് അഡ്വൈസ്, ബാങ്ക് റീകൺസിലേഷൻ, BRS എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ, അതൊക്കെ ചെയ്യുന്ന ഈ ബാങ്കിങ് ഇതിനാണ്. ക്വിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്ന് ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ്. പിന്നെ അടുത്ത വരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു, അതിന്റെ റിപ്പോർട്ടുകൾ വേണമല്ലോ. അപ്പൊ അതാണ് ബാലൻസ് ഷീറ്റ്, പിന്നെ അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, സ്റ്റോക്ക് സമ്മറി. സ്റ്റോക്ക് സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് ഒക്കെ അടിച്ചു കയറ്റി കഴിഞ്ഞാൽ ആ സമ്മറികളൊക്കെ എവിടെ ഉണ്ടാകുക, സ്റ്റോക്ക് സമ്മറിയിലാണ് ഉണ്ടാവുക. പിന്നെ റേഷ്യോ അനാലിസിസ്, അതേപോലെ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ്. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിലാണ് നമ്മുടെ ട്രയൽ ബാലൻസ്. അതേപോലെ ഇവിടെയും ഡേ ബുക്ക് വരുന്നുണ്ട്, ഡേ ബുക്ക് അവിടെയും വരുന്നുണ്ട്. ഡേ ബുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ചെയ്ത ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിപ്പോർട്ട് കിട്ടും. പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഫണ്ട് ഫ്ലോ, അതേപോലെ അക്കൗണ്ട്സ് ബുക്ക്. അക്കൗണ്ട്സ് ബുക്ക് മീൻസ് ഇപ്പൊ നമ്മൾ ലെഡ്ജർ ഒക്കെ ചെയ്യാൻ ഒരുപാട് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്ത്, അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽസ് ആണ് കിട്ടുന്നത് അക്കൗണ്ട്സ് ബുക്കിലായിരിക്കും. പിന്നെ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സിന്റെ സ്റ്റേറ്റ്മെന്റ്, പിന്നെ ഇൻവെന്ററി ആണെങ്കിൽ ഇൻവെന്ററി ബുക്സ്, കാരണം സ്റ്റോക്ക് ഒക്കെ വരുന്നത് ഇൻവെന്ററി ബുക്സിലായിരിക്കും ഉണ്ടാവുക. പിന്നെ അതിന്റെ സ്റ്റേറ്റ്മെന്റ്, പിന്നെ അതേപോലെ GSTന്റെ റിപ്പോർട്ടുകളൊക്കെ. GSTക്ക് ഇപ്പോൾ ട്രാക്ക് GST റിട്ടേൺ ആക്ടിവിറ്റീസ്, GSTR1, GSTR
അങ്ങനെ ഒരുപാട് GST, പിന്നെ EVA ബില്ല്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നില്ലേ, അതൊക്കെ GST റിപ്പോർട്ട്സിലാണ് വരുന്നത്. പിന്നെ അതുപോലെ എക്സെപ്ഷൻ റിപ്പോർട്ട്, അനലൈസ് ആൻഡ് വെരിഫിക്കേഷൻ, ഇത്രയൊക്കെയാണ് ഇതിൽ ഈ ഒരു ഇതിൽ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇനി നമ്മൾ ഓരോ പ്രോബ്ലംസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും.